ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ JCB പുരസ്കാരത്തെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പുരസ്കാരം ഏർപ്പെടുത്തി തുടങ്ങിയ വർഷം 2018. ഇത് നൽകുന്നത് JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ്. ഇന്ത്യക്കാരായ എഴുത്തുകാർ ഇംഗ്ലീഷിൽ എഴുതിയതോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ ആയ കൃതികളെയാണ് ഇതിനു വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ സാഹിത്യ സൃഷ്ടികൾക്ക് നൽകുന്ന അവാർഡിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് അവാർഡാണ് JCB പുരസ്കാരം എന്ന് പറയുന്നത്. അതിന് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യവത്തായ സാഹിത്യ പുരസ്കാരമാണ് JCB. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് വിജയിയാകുന്ന എഴുത്തുകാരന് 25 ലക്ഷം രൂപയും അതുപോലെ തന്നെ വിവർത്തകന് 10 ലക്ഷം രൂപയും ലഭിക്കും. ഇനി അന്തിമ പട്ടികയിലെത്തുന്ന നോവലുകൾക്കാകട്ടെ ഓരോ ലക്ഷം രൂപ വീതവും അതിൽ വിവർത്തകർക്ക് 1/2 ലക്ഷം രൂപയും സമ്മാനത്തുക ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2024 JCB പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇത് 7ാമത്തെ എഡിഷനാണ്. അപ്പോൾ 7ാമത്തെ JCB പുരസ്കാരം അല്ലെങ്കിൽ 2024 പുരസ്കാരം ഇത് ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ്. അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2024 ആർക്കാണ് അവാർഡ് കിട്ടിയതെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് 2023 22 വിന്നേഴ്സ് ആരാന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. 2023 ഈ അവാർഡ് കിട്ടിയത് പെരുമാൾ മുരുകനാണ്. കൃതി ഫയർബേർഡ് അല്ലെങ്കിൽ ആലണ്ട പാച്ചി എന്ന തമിഴ് കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനം തയ്യാറാക്കിയത് ജനനി കണ്ണനാണ്. 2022 JCB പുരസ്കാരം ലഭിച്ചത് ഗാലിബ് ജാവേദിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി പാരഡൈസ് ഓഫ് ഫുഡ്. നിംനത് ഗാന എന്ന ഉറുദു ഭാഷയിലെ കൃതിയുടെ വിവർത്തനം തയ്യാറാക്കിയത് ബാരൻ ഫറൂഖിയാണ്. ഇനി നമ്മൾ 1-2 വർഷത്തെ നോക്കി, പക്ഷേ ഈ JCB പുരസ്കാരം 2-3 മലയാളികൾക്ക് കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതാരൊക്കെയാണെന്ന് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2018 ആദ്യമായിട്ട് JCB പുരസ്കാരം ലഭിച്ചത് മലയാളിയായ ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ ജാസ്മിൻ ഡേയ്സ് അല്ലെങ്കിൽ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പുസ്തകത്തിനാണ് ലഭിച്ചത്. ഈ പുസ്തകം വിവർത്തനം ചെയ്തത് ഷഹനാസ് ഹബീബാണ്. പിന്നീട് 2020 S ഹരീഷിന് JCB പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതിയായ മീശ അത് മൗസ്താഷ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിലാണ്. 2021 JCB പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. അദ്ദേഹത്തിൻ്റെ ഡൽഹി ഗാഥകൾ ഡൽഹി എ സോളിലോക്കി എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഫാത്തിമ ഇവിയും നന്ദകുമാർ കെയും കൂടി ചേർന്നിട്ടാണ്. ഇനി ഈ വർഷത്തെ JCB പുരസ്കാരത്തിന് വേണ്ടി പരിഗണിച്ച കൃതികളിൽ ലാസ്റ്റ് 5 കേരളത്തിൽ നിന്നുള്ള 2 പുസ്തകങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതേതാണെന്ന് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സന്ധ്യ മേരിയുടെ മരിയ വെറും മരിയ എന്ന നോവല് ജയശ്രീ കളത്തിൽ തയ്യാറാക്കിയ വിവർത്തനമാണ് മരിയ ജസ്റ്റ് മരിയ. അപ്പോൾ ഈ ഒരു പുസ്തകം അവസാന റൗണ്ടിലേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സഹറു നുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് ഹാഫ് എന്ന് പറയുന്ന പുസ്തകവും അവസാന റൗണ്ടിൽ പരിഗണിച്ചിട്ടുണ്ട്. അതിൽ സഹറുവിൻ്റെ ഏറ്റവും പ്രഥമ നോവലാണ് ഈ പറയുന്ന ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് JCB അവാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.